അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ബീഫ് അച്ചാറാണ്. ബീഫ് അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നില്ലേ? എൻ്റെ സാർ ഒരു രക്ഷയില്ലാത്ത അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ബീഫ് എടുത്തിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു 5-6 വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബീഫ് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 കപ്പ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചൂസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ബീഫ് ആയതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചൂസ് ചെയ്യുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാനുണ്ട്. ബീഫ് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതാ ഇതേപോലെ ബ്രൗൺ കളറായാൽ, ഈ കളറായി കഴിഞ്ഞാൽ അധികം മൂപ്പില്ലാണ്ട് ഈ ഒരു കളറിൽ നമ്മളിത് കോരി മാറ്റുക. ഇനി ബീഫൊക്കെ പാടെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പൊരിച്ച് വെച്ച എണ്ണയില്ലേ, നമ്മൾ ഓയിൽ, അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്, അതായത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാനുണ്ട്. അതേ എണ്ണ തന്നെ ചൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ഫ്ലേവർ നമ്മൾ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഒരു 1/4 കപ്പോളം നല്ല വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി സ്ലൈസ് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതായത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കോരി മാറ്റുക. ഇനി അത് മുഴുവനായിട്ട് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമോളം കറിവേപ്പില. അതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിലേക്ക് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി ആ ഒരു നല്ല പച്ചമണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, നിങ്ങൾ എരിവിനനുസരിച്ചിട്ടും ഫ്ലേവറിനനുസരിച്ചിട്ടും വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് അച്ചാർ പൗഡർ എടുത്ത അതേ കണക്കിൽ തന്നെ നല്ല കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയിട്ട് മുഴുവനായിട്ട് അതിലേക്ക് മിക്സ് ആവുന്ന രൂപത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് മിക്സായി ആ ഒരു പച്ചമണം മൊത്തത്തിൽ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച നമ്മളെ ബീഫ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫും നമ്മളെ ഈ മുളകും ഒക്കെ കൂടി നന്നായിട്ട്, ഈ മസാലയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കുക. നമ്മളെ അച്ചാറുകളിൽ നല്ല എക്സ്പെൻസീവായ അച്ചാറുകളിൽ ഒന്നാണ് നമ്മൾ ബീഫ് അച്ചാർ. അതേപോലെ തന്നെ കഴിക്കുമ്പോഴും അതിൻ്റെ ഈ ഒരു ഫ്ലേവർ, അതായത് നമ്മൾ ബീഫിൻ്റെ ഈ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് എപ്പോഴും നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ 500 ml ആണ് ഞാൻ ഈ ബോട്ടിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ പകുതി, അതായത് 250 ml നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി വിനാഗിരി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ചാറിന് നമ്മളെ മിക്സിംഗ് ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ സിർക്ക ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ അച്ചാർ നന്നായിട്ട് കുറുക്കി വരുന്ന വരെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇത് ഇതേപോലെ തന്നെ വെച്ച് പിറ്റേ ദിവസം വേണം നമ്മൾ ഒരു പാത്രത്തിലേക്ക്, അതായത് ഭരണിയിലേക്കോ അല്ലെങ്കിൽ കുപ്പിയിലേക്കോ ആക്കിയെടുക്കാൻ. അപ്പോൾ കേടുകൂടാതെ നമ്മൾ ബീഫ് അച്ചാർ അങ്ങനെ തന്നെ കുപ്പിയിലേക്ക് ഇരിക്കണമെങ്കിൽ എയർ കുടുങ്ങാത്ത രീതിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി പ്രവാസികൾക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ നോക്കിയെടുക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.